തോപ്പുംപടി ഫിഷറീസ് ഹാർബറിൽ പേഴ്സിയൻ മത്സ്യത്തൊഴിലാളികൾ പ്രഖ്യാപിച്ചിരുന്ന ഹാർബർ മുഖം വളയൽ സമരം പിൻവലിച്ചു. കൂലി തർക്കത്തെ തുടർന്ന് മത്സ്യം ഇറക്കാനും വിൽക്കാനും കഴിയാതെ കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ച സാഹചര്യത്തിലാണ് സമരം പ്രഖ്യാപിച്ചിരുന്നത്. ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ നോക്കുകൂലി അടക്കമുള്ള വിഷയങ്ങൾ ഒക്ടോബർ 10-നകം അന്വേഷിച്ച് തീരുമാനമെടുക്കാമെന്ന വ്യവസ്ഥയിലാണ് സമരം പിൻവലിച്ചത്. തോപ്പുംപടി ഫിഷറീസ് ഹാർബറിൽ പേഴ്സിയൻ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾ പ്രഖ്യാപിച്ചിരുന്ന ഹാർബർ മുഖം വളയൽ സമരം പിൻവലിച്ചു. ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ താൽക്കാലിക ഒത്തുതീർപ്പുണ്ടാക്കാൻ ഇരുകൂട്ടരും സമ്മതിച്ച പശ്ചാത്തലത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. പേഴ്സിയൻ ബോട്ടുകളിലെ മത്സ്യം ഹാർബറിൽ വിൽക്കുന്നതിനുള്ള നോക്കുകൂലിയായി മത്സ്യവിലയുടെ 2% നൽകണമെന്നാവശ്യപ്പെട്ട് വെള്ളംകോരി വിഭാഗം CITU തൊഴിലാളികൾ നിലപാട് സ്വീകരിച്ചതിനെ പേഴ്സിയൻ തൊഴിലാളികളും ബോട്ടുടമകളും എതിർത്തു. ഈ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളംകോരി തൊഴിലാളികൾ മത്സ്യം ഇറക്കാനും വിൽക്കാനും തടസ്സം സൃഷ്ടിച്ചതോടെ സെപ്റ്റംബർ 29-ന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. ഈ പ്രതിസന്ധിക്കെതിരെയാണ് പേഴ്സിയൻ തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചിരുന്നത്. ഇത് പരിഹരിക്കാൻ ജില്ലാ ലേബർ ഓഫീസർ ഇടപെട്ടതോടെ നോക്കുകൂലി അടക്കമുള്ള വിഷയങ്ങൾ ഒക്ടോബർ 10-നകം അന്വേഷിച്ച് തീരുമാനമെടുക്കാമെന്ന വ്യവസ്ഥയിൽ അതുവരെ താൽക്കാലികമായി നിലവിലെ സാഹചര്യത്തിൽ തന്നെ പണിയെടുക്കാൻ ഇരുകൂട്ടരും സമ്മതിച്ചു. പേഴ്സിയൻ തൊഴിലാളികൾ സമരം പിൻവലിച്ചതായും ഒക്ടോബർ 1 മുതൽ പ്രവർത്തനം സാധാരണ നിലയിലാകുമെന്നും തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിലും ജനറൽ സെക്രട്ടറി മാർക്കോസ് സ്റ്റാൻലിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്